ബേബി മാഡത്തിന് മെഡിറ്റേഷൻ ചെയ്തിട്ട് എന്തൊക്കെ അനുഭവം ഉണ്ടായേ? ഞാൻ ആദ്യം തന്നെ പ്രപഞ്ചശക്തിയോടും ഭൂമാതാവിനോടും സകല കുരുപരമ്പകളോടും സീമാജിയോടും പത്രിജിയോടും സുഭാഷിയോടും അത് നന്ദി പറയണം. ഓക്കെ, താങ്ക് യു. ഞാനൊരു കൊല്ലമായിട്ട് വെജിറ്റേറിയൻ ആയിട്ട് ആദ്യം എൻ്റെ ചേച്ചിയാണ് പരിചയപ്പെടുത്തിയത്, സീമാജി VMC ഇതൊക്കെ. അപ്പോൾ അതിൽക്കൂടെ ഞാൻ ഓരോ വീഡിയോ കുറേ പ്രാവശ്യം കേട്ടിട്ടാണ് തുടങ്ങിയത്. ഇറച്ചി മീനൊക്കെ അപ്പം തന്നെ ഉപേക്ഷിച്ച് മെഡിറ്റേഷൻ 1 മാസം ഞാൻ തുടർച്ചയായിട്ട് ചെയ്തപ്പോൾ എൻ്റെ മസിൽ ഭയങ്കര വേദന ഉണ്ടായിരുന്നു, ഇങ്ങനെ കയറി വരും. അപ്പോൾ അതിന് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ആമവാദത്തിൻ്റെ അസുഖമാണ്, അതിന് ഞാൻ ആ ഡോക്ടർ മരുന്നാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഈ വിവരം പറയണമെന്ന് വിചാരിച്ചിട്ടാണ് പോവാൻ വേണ്ടി നിൽക്കാൻ ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒമേഗ3 മരുന്ന് കഴിക്കണമെന്ന്. എന്നിട്ട് ആ ഗുളിക തന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞാനിത് അപ്പം ഭർത്താവ് ഇങ്ങനെ മാസല്ലേ ആ മാലട്ട സമയമായിരുന്നു. ഞാൻ ഇത് കഴിയട്ടെ എന്നിട്ട് ഇത് കഴിക്കാന്ന് വിചാരിച്ചാണ്, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഈ നോലുമ്പും ഈ ധ്യാനം കൂടി ആയപ്പോ ആ വേദന മാറി. പിന്നെ ഞാൻ അത് കുടിച്ചിട്ടില്ല, കുടിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ സീമയോട് ഭയങ്കര നന്ദിയുണ്ട്. ധ്യാനം വെജിറ്റേറിയനും ആയപ്പോ പെട്ടെന്ന് മാറി. എന്നിട്ട് പിന്നെ എന്റെ ഭർത്താവാണിത് മസിൽ ഇങ്ങനെ കയറുമ്പോഴേ ഇങ്ങനെ എനിക്ക് അവിടെ ഇവിടെ ഒക്കെ ഒഴിഞ്ഞു തരും കേട്ടോ. തിരിഞ്ഞു മറിഞ്ഞൊന്നും കേൾക്കുമ്പോ ഒന്നും തിരിയാനും മറിയാനൊന്നും വയ്ക്കൂല കേട്ടോ. ഭയങ്കര മസിൽ കയറ്റാണ്. അപ്പോഴൊക്കെ മൂപ്പര് ഒഴിഞ്ഞു തരും രാത്രിയൊക്കെ ഇരിക്കുമ്പോ. പിന്നെ ഉറക്കത്തിലൊക്കെ പെട്ടെന്ന് നീച്ചിരിക്കും ഞാൻ, ഈ കാലിന്റെ മുട്ടിന് ഇങ്ങനെ മസിൽ അപ്പൊ ഇങ്ങനെ ഒഴിയും. അപ്പം പെട്ടെന്ന് മൂപ്പർക്കൊരു വ്യത്യാസം മനസ്സിലായി, അത് ധ്യാനത്തിലൂടെയാണെന്ന്. അപ്പൊ എന്നോട് ചെയ്യാൻ പറഞ്ഞു. മക്കളും പറയും അമ്മ ചെയ്തോളൂ, പക്ഷെ ഇറച്ചി മീൻ എന്തിനാ ഉപേക്ഷിക്കേണ്ട അറിയണേ. അപ്പൊ ഞാനത് അവര് കേൾക്കും, തർക്കിക്കാനൊന്നും പോകലില്ല, ഞാൻ കൂട്ടലില്ല. പിന്നെ വല്ലപ്പോഴൊക്കെയാണ് ഇതൊക്കെ മേടിക്കലുള്ളൂ. അവർക്ക് വെച്ച് കൊടുക്കും, പിന്നെ അതിന് തല്ലുകൊണ്ടല്ലോ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ അങ്ങനെ ഇത് വേദന മാറി. ധ്യാനം ഞാൻ 1 മണിക്കൂർ രാവിലെ ചെയ്യും, പിന്നെ പകലൊക്കെ ഞാൻ നേരം കിട്ടുമ്പോഴൊക്കെ ചെയ്യലുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ മുടങ്ങാതെ. ഇപ്പൊ ചുമ വന്നിക്ക് കുറച്ച് ദിവസമായിട്ട്, അത് ചുമ വന്ന് കഫം വന്നിട്ട് ഇങ്ങനെ തുപ്പാൻ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് നീക്കും. അപ്പൊ കുറച്ച് ദിവസം അങ്ങനെ സൈഡിലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് എണീക്കണ്ട, കണ്ണ് തുറക്കാതെ തന്നെ തുപ്പാലോ. അപ്പൊ ആ ക്ലെൻസിങ് പ്രോസസ്സിനെ അലോ ചെയ്യണം, വെച്ചിട്ട് ധ്യാനം മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ ജലദോഷം പനി ഒന്നും ഇല്ലാതെക്ക് പെട്ടെന്ന് ഒരു ദിവസം തൊണ്ടവേദന വന്ന് ഒരു ഉമിനീരും കൂടി ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ധ്യാനന്തരം മെഡിറ്റേഷൻ ഇല്ലേ അത് ചെയ്തു. ആദ്യത്തെ ദിവസം 2 മണിക്കൂറും, രണ്ടാമത്തെ 1 മണിക്കൂർ, മൂന്നാമത്തെ ദിവസം 1 മണിക്കൂർ, അങ്ങനെയല്ലേ. അപ്പം രണ്ടാമത്തെ ദിവസം ഞാൻ കുറഞ്ഞു, ആദ്യത്തെ ദിവസം ചെയ്തപ്പോ കുറച്ച് മാറ്റി. അവരങ്ങനെ പറഞ്ഞതാണ്, പക്ഷെ മെഡിറ്റേഷൻ എത്ര സമയം വേണമെങ്കിൽ ചെയ്യാം, മനസ്സിന് വിശ്രമം കൊടുക്കുമ്പോൾ ശക്തി വർദ്ധിക്കും. രണ്ടാമത്തെ ദിവസം ചെയ്തപ്പോ അപ്പൊ ആ വെള്ളത്തിന് ഒരു തൈലത്തിന്റെ ഒക്കെ ഒരു രുചി വന്നിട്ട് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അപ്പൊ പിന്നെ പിറ്റേ ദിവസം രാവിലെ നീച്ചപ്പോൾ ആ വേദനയൊക്കെ മാറിയിട്ടുണ്ട്. അതന്നെയാണ് ഇപ്പോൾ VMCയിൽ എന്നും പറയുന്നില്ലേ, നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ അതിനെ നമ്മൾ ദിവ്യാമൃതമായിട്ട് ദിവ്യ ഔഷധാക്കിയിട്ടല്ലേ കുടിക്കുന്നത്, അങ്ങനെ ശീലിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അത് തന്നെയാണ് ധന്വന്തരി. അപ്പൊ ഞാൻ ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, VMCയിലും പറഞ്ഞിട്ടില്ല, മെസ്സേജ് ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ മാറിയതൊന്നും. അതിന് ഞാൻ മാപ്പ് ചോദിക്കണം. നമുക്ക് ലാഭം കിട്ടിയാല് ഞാനെന്ത് വിചാരിച്ചറിയാം, സീമാജിനെ എന്നേരം ഒന്ന് കാണല്ലോ, നേരെ ഒന്ന് കാണണം ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ദൈവമായിട്ടാണ് എനിക്ക് സീമാജി എനിക്ക് കാണാനുള്ള അവസരം തന്നത്, വിചാരിക്കാതെയും കൂടിയാണ്. അതുകൊണ്ട് നേരിട്ട് പറയാ വിചാരിച്ചിട്ട് ലേറ്റ് ചെയ്തതാ. നേരിട്ട് പറഞ്ഞില്ലപ്പോ അതിനേക്കാളൊക്കെ നല്ലതിപ്പോ നേരിട്ട് പറയാനല്ലേ. അനുഭവം ഉണ്ടാവുമ്പോ അപ്പൊ തന്നെ പറയുമ്പോ അത് ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലേ. പക്ഷെ ഞാനത് ഇത് വന്നപ്പോ എന്റെ ചേച്ചിയാണല്ലോ എന്നെ ഇതിനെ പരിചയപ്പെട്ടത്, സീമാജിനെ പരിചയപ്പെട്ടത് ചേച്ചിയാണ്. ചേച്ചിനോട് ഞാൻ അങ്ങനെ വിവരം പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ കുറെ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. ആ ചേച്ചിന് വന്നാലും ചേച്ചിനോട് എന്ത് വന്നാലും ചേച്ചി വിശ്വസിക്കും. അപ്പൊ മക്കളൊക്കെ പറയും അമ്മയ്ക്ക് ഇങ്ങനെ സൂക്കട് മാറിയപ്പോ ഇതിപ്പോ മെഡിറ്റേഷൻ ചെയ്തല്ല എന്നൊക്കെ പറയും. പക്ഷെ അവര് പറഞ്ഞോടേക്ക് പക്ഷെ നല്ല വിശ്വാസമാണ് ഇത് ചെയ്തിട്ടാണെന്ന്. ധ്യാനം അത്ഭുത ശക്തികളാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിന് വിശ്രമം അല്ലേ. ധ്യാനം ചെയ്യുന്നവർക്ക് രോഗം മാറുന്നത് ദൈവ ശുശ്രൂഷയാണ്, പ്രപഞ്ച ഊർജ്ജമാണ് നമ്മുടെ നാഡീമണ്ഡലത്തെ ശുദ്ധീകരിക്കുന്നത്. അപ്പൊ മാഡത്തിന് വിശ്വാസമായില്ലേ? പിന്നെ കാലൊക്കെ ഭയങ്കര തരിക, ഞാനിങ്ങനെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടിട്ടൊക്കെ ഇരിക്കുക. അതൊന്നും കുഴപ്പമില്ല, കണ്ണ് തുറക്കരുത് കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ആവാം. കാലൊക്കെ ഇങ്ങനെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ. കുറച്ച് കഴിയുമ്പോഴേക്കും തൊണ്ട വരണ പോലൊക്കെ തോന്നും മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ. അപ്പൊ വെള്ളം കുടിക്കാൻ വെള്ളം എടുത്ത് വെച്ചില്ലേ? വെള്ളം ഞാൻ കഴിഞ്ഞിട്ട് കുടിക്കലുള്ളൂ. അല്ല, ഇനിയിപ്പോ കണ്ണ് തുറക്കാതെ വെള്ളം കുടിക്കുകയും ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനെല്ലാം ഞാൻ കാണലുണ്ട്, സീമാജിയുടെ വീഡിയോ ഒക്കെ കേൾക്കലുണ്ട്. അപ്പൊ എല്ലാ അനുഭവങ്ങളും തുറന്നു പറഞ്ഞതിന് താങ്ക് യു കേട്ടമ്മ. അപ്പൊ പറയണം മറ്റുള്ളവരോട് ധ്യാനം ചെയ്യൂ, ആരോഗ്യം ലഭിക്കുന്നു പറയൂ കേട്ടോ. അപ്പൊ എന്റെ മോൾക്ക് അതുപോലെ
ഭയങ്കര തലവേദനയാണ്, മൈഗ്രെയിൻ. ഞാൻ എപ്പോഴും പറയലുണ്ട് അത് ചെയ്തോ എന്ന്. അതുപോലെ പിരീഡ് ആകുമ്പോഴേ കടച്ചിലും വേദനയൊക്കെയാണ്. ചെയ്യാൻ തുടങ്ങിയോ? ഒരു ദിവസം ചെയ്തിട്ട് പറഞ്ഞ് എനിക്ക് വയ്യാറിന്. മടിയാണ്. സമയമായിട്ടില്ല, വരും. മേഡത്തിന്റെ ആചരണ ധ്യാനത്തിന്റെ അളവ് കൂട്ടുന്തോറും കുടുംബത്തിലെല്ലാവരിലും മാറ്റം വരും കേട്ടോ. താങ്ക് യു മാ. ഞാൻ സീമാജിയോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നത്. താങ്ക് യു.